മലയാള സിനിമയെ രക്ഷിക്കാൻ സ്റ്റീഫൻ നെടുമ്പള്ളിക്കാകുമോ? റിലീസിങ്ങിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എമ്പുരാൻ 100 കോടി ക്ലബിലേക്ക് എത്തുമോ? ആകാംക്ഷയിലാണ് ഇൻഡസ്ട്രി. എമ്പുരാന്റെ അഡ്വാൻസ് ബുക്കിംഗ് 63 കോടി രൂപ പിന്നിട്ടെന്നാണ് വിവരം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ചിത്രത്തിന് റിലീസിങ്ങിന് മുമ്പേ ഇത്രയും ടിക്കറ്റുകൾ വിറ്റുപോകുന്നത്. ഇതുവരെ വിറ്റതിൽ കൂടുതലും മലയാളം പതിപ്പിന്റെ ടിക്കറ്റുകളാണ്. ഇതര ഭാഷകളിലും പ്രൊമോഷൻ അതിന്റെ പീക്കിൽ എത്തിയതോടെ 2 ദിവസം കൊണ്ട് പ്രീ ബുക്കിംഗ് ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ സംഭവിച്ചാൽ മാർച്ച് 27 പുലർച്ചെ ആദ്യ ഷോ നടക്കും മുമ്പേ ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിക്കും. എമ്പുരാന്റെ വരവ് മലയാള സിനിമാ ഇൻഡസ്ട്രിക്കും ജീവൻ പകരുന്നതാണ്. 2025 ഇറങ്ങിയ ചിത്രങ്ങളിൽ 3 മാത്രമാണ് മുടക്കുമുതൽ തിരിച്ചു പിടിച്ചത്. ആള് കയറാത്ത അവസ്ഥ വന്നതോടെ തിയേറ്ററുകൾക്ക് ലഭിച്ചിരുന്ന മറ്റു വരുമാനങ്ങളും നിലച്ചു. എമ്പുരാൻ റിലീസിംഗ് എല്ലാ തരത്തിലും തിയേറ്ററുകൾക്ക് ചാകരയാവുകയാണ്. തിയേറ്ററിൽ സിനിമ തുടങ്ങും മുമ്പ് പ്രദർശിപ്പിച്ചിരുന്ന പരസ്യങ്ങളിൽ വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരിയിൽ 16 ചിത്രങ്ങൾ തിയേറ്ററിൽ എത്തിയപ്പോൾ ആകെ കിട്ടിയ കളക്ഷൻ വെറും 23 കോടി രൂപയാണ്. 1.6 കോടി രൂപ മുടക്കിയ ലവ് ഡേലിന് ലഭിച്ചത് വെറും 10,000 രൂപ മാത്രമാണ്. ഇത്തരം ദയനീയ അവസ്ഥകൾക്കിടയിലാണ് മോഹൻലാലും സംഘവും എത്തുന്നത്. എമ്പുരാന്റെ വരവ് അവധിക്കാലത്ത് റിലീസ് ചെയ്യുന്ന മറ്റു സിനിമകൾക്കും ഗുണം ചെയ്തേക്കും. എന്തായാലും മലയാളികൾ കൂടുന്നിടത്ത് ഇപ്പോൾ ചർച്ചാ വിഷയം എമ്പുരാനാണ്.